ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജുൽ ആബിദീൻ എന്ന് പറയുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിൽ കാണാം, മഹാനായ റഈസുൽ സാഹിദീൻ ഇബ്രാഹിം ഇബ്ൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ലബനാനിൻ്റെ പർവ്വതത്തിൽ ധാരാളം ഔലിയാക്കളുമായിട്ട് സംഗമിച്ചിട്ടുണ്ട്, സഹവസിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞൊരു വസിയത്ത്, എല്ലാ ആളുകളും എന്നോട് വസിയത്ത് ചെയ്തത് 4 കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ദുന്യാവിൻ്റെ ആളുകളിലേക്ക് മടങ്ങുമ്പോൾ 4 കാര്യങ്ങൾ അവരെ ഉപദേശിക്കണം. ആ 4 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, അമിതമായി ഭക്ഷണം കഴിച്ചാൽ ആരാധനകളുടെ യഥാർത്ഥ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. ധാരാളം ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം വരും. ക്ഷീണം വന്നാൽ ഉറങ്ങിപ്പോകും. ഉറക്കം കൂടിയാൽ ഇബാദത്തിനോടുള്ള താല്പര്യമില്ല. ഇബാദത്തിലേക്ക് നിന്നാൽ തന്നെ മടി വന്നു പോകും. നിസ്കാരങ്ങൾ ഖളാ ആയി പോകും. അള്ളാഹു നിർബന്ധമാക്കിയ അമലുകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കാരണം ഭക്ഷണത്തിൻ്റെ അമിതമാണ്. 2, അമിതമായി ഉറങ്ങിയാൽ അവൻ്റെ ആയുസ്സിൻ്റെ ബറക്കത്ത് ലഭിക്കുകയില്ല. ധാരാളം ഉറങ്ങുന്ന ആളുകൾ അവരുടെ ആയുസ്സിൽ ബറക്കത്ത് കുറഞ്ഞു പോകും, ആയുസ് ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് ചില ആളുകൾ പറയും ഉറങ്ങിയാൽ ആയുസ് കൂടും. അങ്ങനൊന്നില്ല. ഉറങ്ങിയാൽ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുകയില്ല, ആയുസ് ഇങ്ങനെ ചുരുങ്ങിപ്പോകും. ഉറക്കം ആവശ്യത്തിന് വേണ്ടി മാത്രം, വല്ലാതെ ക്ഷീണം വരുമ്പോൾ മാത്രം. തീരെ ഉറങ്ങാതിരുന്നാലും ആയുസ്സിന് പ്രയാസ ബുദ്ധിമുട്ടാണ്. ഉറങ്ങണം, നിശ്ചയിച്ച പരിധി മാത്രം. 3, അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാതെ ജനങ്ങളെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നീ അവരെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ജനങ്ങളുടെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ക്ഷമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടണം, ജനങ്ങൾ കാണണം, ആളുകൾ എന്നെ നല്ലവനായി പറയണം, അവരിൽ സ്ഥാനങ്ങൾ കിട്ടണം. ഇങ്ങനെയാണോ? എന്നാൽ റബ്ബിൻ്റെ പ്രീതി, അവൻ്റെ തൃപ്തി ഒരിക്കലും ലഭിക്കുകയില്ല. 4, അനാവശ്യമായ സംസാരങ്ങൾ, പരിദൂഷണങ്ങൾ, ഏഷണികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വർദ്ധിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണ മുസ്ലിമായി മരിക്കാൻ അവനക്ക് കഴിഞ്ഞേക്കില്ല. മറ്റുള്ളവരെ കുറ്റം പറയുക, അവരിൽ ഉള്ളതാണെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് തെറ്റാണ്, ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും അവരെ അപമാനപ്പെടുത്തുന്ന രൂപത്തിൽ, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ, അവരുടെ മനസ്സ് വേദനിച്ചാൽ, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടായാൽ തീർച്ചയായും അത് വലിയ വിഷമമായി പോകും. ദുന്യാവിൽ നിന്ന് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുകയില്ല. ഞാനല്ല പറയുന്നത്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്ൻ അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സൂഫിയാക്കള്, മഹാന്മാർ കൊടുത്ത 4 ഉപദേശങ്ങളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മിൻഹാജുൽ ആബിദീനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ 4 ഉപദേശങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ ബന്ധങ്ങളോടും പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.